നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ശ്ലോകം 44-45 എന്നിവ. ശ്ലോകം 44. ഭോഗൈശ്വര്യപ്രസക്താനാം തയാ ബഹൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധി സമാദോ ന വിധീയതേ. ഭൗതിക ഐശ്വര്യത്തിലും സുഖാനുഭവങ്ങളിലും അത്യാസക്തരായവർക്കും ഇവകളാൽ പരിഭ്രാന്തരായവർക്കും ഭക്തിപൂർവം ഭഗവത് സേവനം നടത്താൻ വേണ്ടുന്ന നിശ്ചയദാർഢ്യം ഉണ്ടാകില്ല. സമാധി എന്നാൽ ഉറച്ച മനസ്സ് എന്നർത്ഥം. ആത്മജ്ഞാനം ആർജിക്കുന്നതിൽ മനസ്സ് ഏകാഗ്രമാക്കുന്നതാണ് സമാധി എന്നു പറയുന്നത്. ഭൗതിക സുഖാനുഭൂതിയിൽ അത്യാസക്തരായവർക്കും ക്ഷണികങ്ങളായ ഇവയിൽ പരിഭ്രാന്തരായവർക്കും സമാധി സാധ്യമല്ല. ഭൗതിക ശക്തിയുടെ പ്രക്രിയ അവരെ അംഗീകരിക്കുന്നില്ല. ശ്ലോകം 45. ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥ നിർയോഗക്ഷേമ ആത്മവാൻ. ഹേ അർജുന, വേദങ്ങൾ 3 ഭൗതിക ഗുണങ്ങളെ സംബന്ധിക്കുന്നതാണ്. നീ ഈ ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തനായി തീരുക. ദ്വന്ദ്വരഹിതനും സദാ ശുദ്ധമായ ആധ്യാത്മികതയിൽ സ്ഥിതി ചെയ്യുന്നവനും ലാഭത്തിലോ നഷ്ടത്തിലോ ഭദ്രതയിലോ ആശയില്ലാത്തവനുമായി തികച്ചും മുക്തനായി ആത്മാവിൽ മനസ്സുറപ്പിക്കുക. പ്രകൃതി സഹജമായ ത്രിഗുണങ്ങളോട് കൂടിയ കർമ്മങ്ങളും അവയുടെ പ്രതികരണം ഉൾക്കൊള്ളുന്നവയുമാണ് ഭൗതിക പ്രവർത്തനങ്ങളെല്ലാം. ഫലോദിഷ്ടങ്ങളാണിവ. അവയെല്ലാം ഭൗതിക ലോകത്തോടുള്ള ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തും. ഇന്ദ്രിയ സുഖങ്ങളുടെ മേഖലയിൽ നിന്ന് സാമാന്യ ജനങ്ങളെ പതുക്കെ അതീന്ദ്രിയതയിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയാണ് വേദങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അർജുനനാകട്ടെ തൻ്റെ സുഹൃത്തും ശിഷ്യനുമെന്ന നിലയിൽ വിജ്ഞാനത്തിൻ്റെ വേദാന്ത തത്വശാസ്ത്രങ്ങളുടെ അതീന്ദ്രിയ മേഖലയിലേക്ക് ഉയരണമെന്നാണ് കൃഷ്ണൻ ഉപദേശിക്കുന്നത്. അതിനായുള്ള ആദ്യത്തെ കാൽവെപ്പാണ് ബ്രഹ്മജിജ്ഞാസ അഥവാ സർവോന്നതമായതിനെ കുറിച്ചറിയാനുള്ള ആഗ്രഹം. ഭൗതിക പ്രപഞ്ചം സൃഷ്ടിച്ചതിനു ശേഷം ഭഗവാൻ ജീവിക്കേണ്ടതെങ്ങനെയെന്നും ഭൗതികതയുടെ ഊരാകുടുക്ക് അഴിക്കേണ്ടത് ഏതുവിധമെന്നും ഉപദേശിക്കുന്ന വൈദിക വിജ്ഞാനം ജീവാത്മാക്കൾക്ക് നൽകുകയും ചെയ്തു. ഇന്ദ്രിയ സുഖങ്ങൾക്കായുള്ള പ്രവർത്തനം, അതായത് കർമ്മകാണ്ഡം എന്ന വിഭാഗം അവസാനിച്ചതിനു ശേഷം വേദവിഭാഗങ്ങളിൽ തന്നെ ഒന്നായ ഉപനിഷത്തുകളിലൂടെ ആത്മസാക്ഷാത്കാരത്തിനുള്ള അവസരവും നൽകപ്പെട്ടിട്ടുണ്ട്. അതീന്ദ്രിയ ജീവിതത്തിന്റെ തുടക്കം കുറിക്കുന്നവയത്രേ ഉപനിഷത്തുകൾ. അങ്ങനെയുള്ള പഞ്ചമവേദമെന്ന് പറയപ്പെടുന്ന മഹാഭാരതത്തിന്റെ ഒരു ഭാഗമാണ് ഭഗവത്ഗീതയും.